ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. എന്തായിരിക്കും ഇന്ന്? ചെറിയ പെരുന്നാളാണ് കേട്ടോ. അപ്പൊ ചിട്ടയോടും സൂക്ഷ്മതയോടും കൂടി ഒരു മാസം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനത്തിന്റെ പുണ്യം തേടുന്ന ഈ ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഏവർക്കും ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ദിന ആശംസകൾ. അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു ഡിഷോ ആയിട്ടൊന്നും അല്ല വന്നിരിക്കുന്നത്. ഇന്നത്തെ പെരുന്നാൾ ദിനത്തിൽ ഞങ്ങളെ സകുടുംബം ഞങ്ങളുടെ മജീദ് മാമൻ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങള് ഫുഡ് അടിക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയ വീഡിയോ മാത്രമാണ് എടുക്കുന്നത്, നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും വേണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മള് മജീദ് മാമന്റെ വീടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അന്നേരം അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ എന്താ പറയുന്നേ, ഒരു ആൾക്കാരുടെയൊക്കെ കുറേ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും അമ്മയും അച്ഛനും കൂടെ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഊഞ്ഞാലിൽ കയറണം എന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല ഗൈസ്. ഊഞ്ഞാലൊക്കെ കാണുമ്പോട്ടി താഴെ വീട് എന്തോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് തന്നെ പോയി. അത് മാത്രമല്ല, നല്ല വിശപ്പോട് കൂടിയായിരുന്നു അങ്ങോട്ട് ചെന്നതും. അന്നേരം ഞങ്ങൾ നേരെ അകത്തേക്ക് ചെല്ലുമ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ വിചാരിച്ചു കുറച്ച് പേരുണ്ടാവുന്നു, പക്ഷെ നല്ലപോലെ ആൾക്കാരുണ്ടായിരുന്നു. മജീദ് മാമൻ ഞങ്ങളെ കണ്ടപ്പോഴും നല്ല സന്തോഷത്തോടെ ഞങ്ങളെ അകത്തേക്ക് വിളിച്ച് കയറ്റി. അതാണ് ഒരു മെയിൻ കാര്യം. നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പം ആ വീട്ടുകാരൻ്റെ മുഖത്തുള്ള സന്തോഷം കാണുമ്പോഴും നമ്മുടെ മനസ്സിലൊരു എന്താ പറയുന്ന ഒരു സന്തോഷം കുളിർമയൊക്കെയാണ്. അങ്ങനെ അകത്തോട്ട് കയറി ചെന്നപ്പോൾ തന്നെ മാമൻ ഞങ്ങൾക്ക് 2000 രൂപ തന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, പെരുന്നാൾ പ്രമാണിച്ച് നമുക്ക് 2000 രൂപ തരുന്നതാണെന്ന്. പക്ഷെ ചിട്ടി പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ 2000 രൂപ പറഞ്ഞു, ഞാൻ 2000 രൂപ നിങ്ങൾക്ക് മാത്രമായിട്ട് തന്നതാണ്, നിങ്ങൾ വെച്ചോളാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഡൈനിങ് ടേബിൾ നോക്കിയവിടെ വേറെ കുറേ മാമന്മാരെ ആശ്രയിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അതും നല്ല സന്തോഷത്തോടു കൂടിയാണ് വിളമ്പി കൊടുക്കുന്നതും. അതും വേറൊരു കാര്യമാണ്, സന്തോഷത്തോടെ വിളമ്പി കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിനും സന്തോഷമാവും. അതുപോലെ തന്നെ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ വയറിനും സന്തോഷമാവും. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ സെറ്റായിട്ടുണ്ട്. അവിടുത്തെ ഒരു പഴം കണ്ടപ്പോൾ എനിക്ക് നല്ലപോലെ സന്തോഷം, ഒരു കൂരിപ്പഴം. അങ്ങനെ പഴം ഉണ്ടായിരുന്നു, നാരങ്ങാച്ചാറുണ്ടായിരുന്നു, സലാഡ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഏത് മലയാളികളുടെയും അല്ലാതെ പോയാലും ഒരു തർക്കമുണ്ടല്ലോ, വാഴയില അങ്ങോട്ടിടണം ഈ സൈഡിലോട്ട് ഇടണം എന്ന് പറയുന്ന ഒരിത്. അന്നേരം ആ കലഹം ഇവിടെ ഉണ്ടായിരുന്നു. അവസാനം ഒരു സൈഡിലോട്ട് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വാഴയിലയുടെ സൈഡിലേക്ക് കുറച്ച് സലാഡ് ഇട്ട് കൊടുത്തു. നല്ല സൂപ്പർ സലാഡായിരുന്നു. കുക്കുംബറും സവള എല്ലാം ഉണ്ടായിരുന്നു. സലാഡ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ മജീദ് മാമൻ ചില സൂപ്പർ ബിരിയാണി നമ്മുടെ വാഴയിലേക്ക് ഇങ്ങനെ വെച്ച് തന്നു. ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല നല്ല മസാലയും ഒക്കെ ചേർന്നൊരു സൂപ്പർ ബിരിയാണി ആയിരുന്നു. മാമ മതി എന്ന് പറഞ്ഞാൽ ലോഡോടാൻ കിട്ടിയിരുന്നിട്ടുണ്ടെങ്കിൽ കഴിച്ചോ എന്ന് പറയും. അങ്ങനെ വയറ് നല്ലപോലെ നിറഞ്ഞു. ഞങ്ങളുടെ നല്ല ടേസ്റ്റും ആയിരുന്നു. മാമ കുറേ വിളമ്പി തന്നു. അച്ഛന് പാത്രത്തിൽ കുറേ വിളമ്പി കൊടുത്തു. ഞാൻ പറഞ്ഞു, മതി മാമ, എനിക്ക് താങ്ങാൻ പറ്റില്ല, മതി എന്ന് പറഞ്ഞിട്ട് മാമൻ കുറേ ഇട്ട് തന്നു. അങ്ങനെ നമ്മൾ സെറ്റാക്കി. ഞാൻ നാരങ്ങാച്ചാറും സലാഡും പപ്പടവും എല്ലാം എടുത്തു. ഒന്നിനൊരു കുറവ് വരാത്ത രീതി എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും നല്ലപോലെ ആസ്വദിച്ച് കഴിച്ചു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. ബിരിയാണി പൊളിയായിരുന്നു കേട്ടോ. പിന്നെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം വയറ് ഫുള്ളായിരുന്നു. മാമ അതുപോലായിരുന്നു വിളമ്പി തന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നപ്പം വീണ്ടും കുറേ ഗസ്റ്റ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ കഴിച്ചതിൻ്റെ വയറിങ്ങനെ ഭൂമിയിരിക്കുകയാണല്ലോ, ശ്വാസം അകത്തോട്ടും വിടാൻ വയ്യ, വെളിയിലോട്ടും വിടാൻ വയ്യാത്തൊരവസ്ഥയിൽ ഞാനും അമ്മയും വെളിയിലിറങ്ങി നടന്നു. കാരണം ഇവിടെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അത് മാത്രമല്ല നല്ല സൂപ്പർ വൈബും ആയിരുന്നു. അപ്പൊ ഞങ്ങള് വീട്ടിൽ പോയി ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ച് നല്ല സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. എന്നിട്ട് മാമൻ ഞങ്ങൾക്ക് വൈകിട്ടത്തേക്കുള്ളത് തന്നും വിട്ടു. അപ്പൊ ഇന്നത്തെ ദിവസം ഓടി, കാരണം രാവിലെ ഞങ്ങൾ വേറൊരിടത്ത് വന്നായിരുന്നു കാപ്പി, ഉച്ചയ്ക്ക് മാമൻ്റെ അവിടെ നിന്ന്, വൈകിട്ട് മാമൻ തന്നും വിട്ടു. അപ്പോൾ അടിപൊളി പെരുന്നാളായിരുന്നു. അപ്പൊ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അല്ലാതെ നമ്മുടെ ഡിഷോ കാര്യങ്ങളോ ഒന്നും അല്ലായിരുന്നു. അപ്പൊ നല്ല സ്നേഹത്തിന്റെ സഹനത്തിന്റെ പിന്നെ ഒരു നല്ലൊരു പെരുന്നാൾ കൂടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. മെയിൻ കാര്യം, ഈ വീഡിയോ നിങ്ങൾ കാണുന്നതോടൊപ്പം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഓക്കെ.